പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ വിശുദ്ധവാരം ആഘോഷിക്കുന്നു. കർത്താവിന്റെ പീഡാസഹനങ്ങൾ, കുരിശുമരണം, ഉത്ഥാനം ഇവ ധ്യാനിച്ച് അവയിൽ നിന്ന് കഴിവതോളം കൃപ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ വായനകളിൽ നമ്മൾ കേൾക്കുന്ന ഒന്ന്, നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നുണ്ട്. ആ ഗത്സമനിയിൽ വച്ച് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് താൻ പണസഞ്ചി പോലും ഏൽപ്പിച്ച് സ്നേഹിച്ച യൂദാസ് വഞ്ചിക്കുന്നത്, ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് ചുംബിച്ചു. അപ്പോൾ തിരിച്ചു ഓടിക്കുകയാണ്, സ്നേഹിത നീ എന്തിനാണ് വന്നത്? മത്തായി 26:49. ആ ഒറ്റിന്റെ ചുംബനം കൊടുത്തപ്പോഴും സ്നേഹിത എന്ന് വിളിച്ചവൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവന്റെ കാല് കഴുകി മുത്തിയതാണ് എന്നോർക്കണം. അതുപോലെ നമ്മൾ വായിക്കുന്നു മർക്കോസ് സുവിശേഷം 14:45, ഗുരു സുസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഗാഠമായി ചുംബിച്ചു എന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ട്, വെറുതെ ഒരു ഉമ്മയല്ല, വലിയ ചക്കര ഉമ്മ പോലെ. ആ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 22:48 വായിക്കുന്നു, നീ യൂദാസെ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? അത് കർത്താവിന്റെ ഒരു ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് കർത്താവ് കാല് കഴുകുന്നതും സ്നേഹത്തെപ്പറ്റി പറയുന്നതും. അവിടെ അത് കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. സുവിശേഷം പറയുകയാണ്, ആരെന്നറിയാതെ അവർ പരസ്പരം നോക്കി. നമ്മുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ചില ഭാര്യമാർ ഓർക്കും, ഇത് എന്റെ ഭർത്താവ് കേൾക്കേണ്ടതായിരുന്നു, ദൈവമേ എന്റെ മോൻ കേൾക്കേണ്ടതായിരുന്നു. അത് ഭർത്താവ് ഓർക്കും, ഇത് എന്റെ ഭാര്യയായിരിക്കും കേൾക്കേണ്ടത്. എന്നാൽ സ്വയം തന്നിലേക്ക് നോക്കാഴിയ. ഇതായിരുന്നു ഈ 12 അപ്പോസ്തലന്മാരും പരസ്പരം നോക്കി. അതെ, ഞാനിത് പറയാൻ കാരണം, നാം ജീവിക്കുന്ന ലോകത്തിൽ ഇപ്രകാരം ഉള്ള വഞ്ചനയുടെ, ഒറ്റിക്കൊടുക്കലിന്റെ ചുംബനങ്ങൾ പലതുമുണ്ട്. മനഃശാന്തത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയും പുതിയ ജീവിതത്തെ ധ്യാനിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ നാം ഇത് ഒന്ന് ചിന്തിക്കണം. എന്റെ ഹൃദയത്തെ ഏറെ സ്പർശിച്ച ഒരനുഭവം കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരമ്മായിമ്മയും മരുമകളും പിണങ്ങിയിരിക്കുകയായിരുന്നു. അതിന് കാരണം ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ഈ മകളുമായി അവൻ പങ്കുവെച്ച് സ്നേഹിക്കുന്നത് അമ്മയ്ക്കൊരു അസൂയ. പലതവണയും കൂടെ പോണ്ടുവോ ഒന്നും ചെയ്തിട്ടില്ല അമ്മയ്ക്ക്. ഏകാന്തത തോന്നിക്കാണും, ഭർത്താവ് മരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച്. പലതവണയും പറഞ്ഞു, മോനെ അവളെ ഉപേക്ഷിക്കുക, അത് നല്ല പെണ്ണല്ല എന്ന് പല തവണ പറഞ്ഞു. പക്ഷെ അവനറിയാം അവന്റെ ഭാര്യ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഗർഭിണിയായി. അത് ഈ സമയത്ത് അമ്മ ഒരു നല്ല പൂച്ചെണ്ടും ഒരു കേക്കും കൈപ്പിടിച്ചുകൊണ്ട്, മോളെ എല്ലാം ക്ഷമിച്ചു മറക്കൂ, ഗാഠമായൊരു ചുംബനം, ഹാപ്പി ബർത്ത്ഡേ, നല്ല ജന്മദിനം എന്ന് പറഞ്ഞ് മംഗളം കൊടുത്തു. അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്റെ അമ്മായിമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ, ആ പ്രശ്നം തീർന്നല്ലോ. അമ്മച്ചി ഇരിക്കുക, ഒരു കാപ്പിയും അല്ലെ ചായയും കുടിച്ച് കേക്ക് മുറിച്ചിട്ട് പോകാം. ഇല്ല, നീ ഭർത്താവ് വരുമ്പം നിങ്ങൾ ഒന്നിച്ച് അത് ഭക്ഷിച്ചുകൊള്ളൂ, കാരണം അവൻ ജോലി പോയിരിക്കുകയാണ്. എനിക്ക് ധൃതിയുണ്ട് വേറെ, ഞാൻ പിന്നെ വന്നോളാം എന്ന് ചക്കര വാക്കും പറഞ്ഞ് വീണ്ടും ഒരു ഉമ്മയും കൊടുത്ത് ആളിറങ്ങിപ്പോയി. ആ സന്തോഷത്തിൽ കേക്കും വെച്ച് ഭർത്താവിനെ കാത്തിരിക്കാൻ അവൾക്ക് ക്ഷമ തോന്നിയില്ല. അവൾ ചായ കുടിച്ചപ്പോൾ ഒരു കഷ്ണം മുറിച്ചെടുത്ത് തിന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ സംഭവിച്ചത്, അതെ, ഭർത്താവിന്റെ ഓഫീസിൽ പോലീസ് വിളിക്കുന്നു, നിന്റെ ഭാര്യ മരിച്ചുപോയി എന്ന്.
അവൻ പെട്ടെന്ന് അവന്റെ സ്കൂട്ടർ മാറ്റി വന്നപ്പോൾ കരിവാളിച്ച് കിടക്കുന്ന കട്ടിലേക്ക് കിടക്കുന്ന ശവമാണ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, അധികരിപ്പിക്കുന്നില്ല എന്താ സംഭവിച്ചു നിങ്ങൾക്ക് അറിയാം. ഇന്ന് അമ്മായിമ്മ ജയിലിലാണ് കൊലപാതക കുറ്റത്തിന്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ ഒത്തിരി സ്പർശിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്രകാരമുള്ള ചതിവ്, വഞ്ചന, അത് പുറമേ ഉള്ള ചിരിയല്ല ഇളി, എന്നിട്ട് ആളുകളെ വശീകരിച്ച് അടുപ്പിക്കുക, എന്നിട്ട് ചതിക്കുക, ഏറെ ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ? നമുക്ക് വിശകലനം ചെയ്താൽ, ഉദാഹരണമായിട്ട് ബിസിനസ്സാ എന്താ ലഹരി, അത് നല്ല മധുരപലഹാരത്തിൽ അല്ലെങ്കിൽ മുട്ടായിക്കകത്ത് ഇട്ട് സ്കൂളിന്റെയും കോളേജിന്റെയും പടിക്കൽ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. ആ കുട്ടികൾ ലഹരികൾക്ക് അടിമപ്പെടുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവം. ഇത് യൂദാസിന്റെ പണിയല്ലേ? ആ പണം അവന് ഏതെങ്കിലും തരത്തിൽ ഉതകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് രക്തത്തിന്റെ പണം എന്ന് ഞാൻ പറയും. ആ കുട്ടികൾ ഭാവിയിൽ ഒരു വിഷയ ലഹരിക്കടിമ, അതിന് ഫലമായി തല പോകുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. ഇനി മാത്രമല്ല, കൂട്ടുകാർക്ക് ഒന്നിച്ചുകൂടി സ്നേഹം നടിച്ച് മദ്യം, പുക, അത് ലഹരി തന്നെ ഷെയർ ചെയ്യുന്നു, പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, പങ്കുവെക്കേണ്ടത് ആരോഗ്യപ്രദമായ സാധനങ്ങളോ കുടിയോ അല്ലെങ്കിൽ തീറ്റയോ ആയിരിക്കണം. ഒരാളുടെ ഹാനി നശിപ്പിക്കുന്ന, ആരോഗ്യം നശിപ്പിക്കുന്ന അല്ല. അങ്ങനെ എത്ര പേരുണ്ട്? പൈസ കൊടുത്ത് അവരെ കുടിപ്പിക്കുകയാണ്. ചിലപ്പം അത് ജോലി ചെയ്യുന്നവർ ആ പണിക്കാരെ എല്ലാം കൂടെ ഒന്നിച്ച് മുതലാളിയായിരിക്കാം, അല്ലെങ്കിൽ മാനേജറായിരിക്കാം, അവരെ കൊണ്ട് കൂടുതൽ പണി ഏൽപ്പിക്കാൻ. ഇത് ജൂദാസിന്റെ പണിയല്ലേ? അവന്റെയും അവന്റെ കുടുംബത്തെയും അവരുടെ കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന രീതിയിൽ അവർ കുടിയന്മാരായിത്തീരുന്നു. ആരോഗ്യം നശിപ്പിക്കുന്നു. അപ്പോൾ എത്രയാണ് ആഹാര സാധനങ്ങളിൽ, മരുന്നിൽ പോലും മായം ചേർത്ത് വിൽക്കുന്നത്. ഇന്ന് മായം ചേർക്കൽ സർവ്വസാധാരണമാണ്. ഇങ്ങനത്തെ പച്ചക്കറിക്ക് പോലും മരുന്നടിച്ചും മായം ചേർത്തും ഇതെല്ലാം നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു, നമുക്ക് അനുഭവമാണ്. ഇന്നൊരു കടയിൽ ചെന്നാൽ നല്ലോ എന്ന് വിചാരിച്ചു മേടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിന്റെ പേരിൽ എത്ര പേർ രോഗികളായിത്തീരുന്നുണ്ടെന്ന് അറിയാമോ? നീ മായം ചേർത്ത് വെക്കുന്ന പഴമോ പച്ചക്കറിയോ മാംസമോ അല്ലെ ഇറച്ചിക്കകത്തും ചേർക്കുന്നുണ്ട്. അത് ഭക്ഷിച്ച് അനാരോഗ്യമായി ഒരാൾ മരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ ജൂദാസാണ്. നീ ചുംബിക്കുകയായിരുന്നു അതുവഴി. ആ നല്ല സാധനം വാങ്ങിച്ചു, രുചിയുള്ള സാധനം, ഫ്രഷാണ് എന്നൊക്കെ വാക്കുകൾ പറഞ്ഞുള്ള ചുംബനം. അതുപോലെ തന്നെ അതിലും ക്രൂരമായ ഒന്ന് നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെ സ്നേഹമാണെന്ന് നടിച്ച് വശീകരിച്ച് ഒരു വിവാഹ വാഗ്ദാനവും ചെയ്ത് അവിടെ ശരീരത്തിന്റെ വിശുദ്ധി കവർന്നെടുത്ത് ചക്കരയമ്മ കൊടുത്ത് ചാരിത്രം നശിപ്പിക്കുന്ന, വ്യഭിചരിക്കുന്ന എത്ര പേരുണ്ട്. അതിനുശേഷം വലിച്ചെറിയുക, ഒരു തല്ലിക്കൊന്ന കേസുകൾ നമുക്കറിയാമുണ്ട് എന്ന്. ഇവരൊക്കെ ജൂദാസുകളാണ് എന്ന് പറയാതിരിക്കാൻ തരം ഇല്ല. സ്നേഹം ഉണ്ട്, 2 തരത്തിലുള്ള സ്നേഹം, 3 തരത്തിലുമുണ്ട്. അതിൽ ഒന്ന് ജഡിക സ്നേഹം, അതാണിന്ന് സർവവ്യാപകം. ആ സൂസനെ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ. ദാനിയേൽ പുസ്തകം 13 സുന്ദരിയായ ഒരു ഭാര്യ കുളിക്കാൻ ചെന്നു, ഒറ്റയ്ക്കേ ഉള്ളൂ. അന്നത്തെ പ്രധാനാചാര്യന്മാർ 2 പേര് അവിടെ കടന്നു ചെല്ലുന്നു. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു എന്നാ പറഞ്ഞത്. വി ലവ് യു. എന്നാ സ്നേഹമാണ് അവിടെ ശരീരം സ്വന്തമാക്കാൻ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഒത്തിശയിക്കുക. ആ പെണ്ണ് ദൈവവിശ്വാസവും മനസാക്ഷി ഭയവും ഉള്ളവളായിരുന്നു. അവൾ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, കള്ളക്കഥ ചമച്ച് നീ ഒരു യുവാവിന്റെ കൂടെ കിടക്കുന്ന കണ്ടു. ഞങ്ങൾ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ, ഗവർണറുടെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യും. നിനക്കറിയാം നിനക്ക് വരാൻ പോകുന്ന ശിക്ഷ, അത് നിന്നെ കൊലയ്ക്ക് വിധിക്കും. ഭയപ്പെടുത്തി. അപ്പോൾ അവൾ പറഞ്ഞെന്താണെന്നറിയാമോ? ആകപ്പാടെ അകപ്പെട്ടു.
ഇവരുടെ കൈകളിൽ ഇവർക്ക് എന്റെ ശരീരം കൊടുത്താൽ ഞാൻ മരിക്കും. ഏതു മരണം? ആധ്യാത്മിക മരണം. വിവേചിച്ചറിയാൻ കഴിവുള്ള പെണ്ണായിരുന്നു അവള്. ഇല്ല എങ്കിൽ എന്നെ കൊലക്കേൽപ്പിക്കും. അത് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മുന്നിൽ ഏതാണ് അവൾ എടുക്കുന്നത്? അത് പാപം ചെയ്യുന്നതിനേക്കാൾ മരണം. നമ്മൾ വലിയൊരു മാതൃക. പ്രിയമുള്ള, ഇപ്രകാരം വശീകരിക്കാൻ നടക്കുന്ന എത്ര പേർ, ഏത് തരത്തിൽ വശീകരിക്കപ്പെട്ട വിവാഹം, അതോർക്കുമ്പോൾ ഒത്തിരി സങ്കടം. പക്ഷേ മറ്റേ ആളിന്റെ, ആണിന്റെയോ പെണ്ണിന്റെയോ, സ്ത്രീയോ പുരുഷന്റെ പണം കണ്ട്, കുടുംബ പ്രശസ്തി പ്രതാപം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജോലി, വിദേശത്ത് ജോലിക്ക് പോകാമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ വെറും ലൈംഗിക ഉപകരണമാക്കാനുള്ള ഉദ്ദേശം ഉള്ളിലൊതുക്കിക്കൊണ്ട് വിവാഹം നടത്തി അതിനുശേഷം അവളെ ഉപേക്ഷിക്കുക മാത്രമല്ല, അടി പിടി. എന്നാളൊരു പെണ്ണെന്നോട് പറഞ്ഞ പോലെ, എന്റെ അച്ഛ കല്യാണം കഴിഞ്ഞ പിന്നെ എന്നെ ഇടിക്കാത്ത ഒറ്റ ദിവസമില്ല, മടുത്തു. പലപ്പോഴും ഞാൻ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പോയിട്ട് ഏതാനും മാസങ്ങളായി. നാട്ടുകാരൊക്കെ തിരിച്ചു പോകാൻ പറഞ്ഞു. അച്ഛാ, ഇടിയെ പേടിയപ്പോ എനിക്ക് പ്രായവുമായി. പ്രിയപ്പെട്ട, ഇതുപോലെ എത്രയാണ് പ്രിയ പുരുഷന്മാരെ, ഈ സ്ത്രീകളെ അത്രമാത്രം ചരക്കേണ്ട കാര്യമുണ്ടോ? അവർ പ്രാർത്ഥിക്കുന്നതിന്റെയും ത്യാഗം ചെയ്യുന്നതിന്റെയും ഫലമല്ലേ നീ അനുഭവിക്കുന്നതും നമ്മുടെ സമൂഹവും സഭയും അനുഭവിക്കുന്നത്? അവരോട് അല്പം ദയ കാണിച്ചുകൂടെ? ഒത്തിരി ഇടത്തുണ്ട്. നിർദ്ദയമായിട്ട് അടിമിടി മാത്രമല്ല, ഇങ്ങേയറ്റം കൊല വരെ. മിക്കവാറും എന്ന ദിവസം പോലും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതാണ്. തൊഴിച്ചു കൊന്നു, ഇടിച്ചു കൊന്നു. നമ്മൾ കണ്ടല്ലേ ന്യൂയോർക്കിലും അമേരിക്ക. നമ്മുടെ നാട്ടുകാർ എപ്രകാരം വണ്ടി ഇടിച്ച് കയറ്റി കൊന്നുവെന്ന് ഇപ്പൊ അവൻ ജയിലിൽ കിടക്കുകയാണ്. ഇവരൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. പക്ഷെ അവിടെ പണമാഴ്ചം വ്യാമോഹിച്ചത്. ഇങ്ങനെ എത്ര കേസ്. അതിലും വലിയൊരു വഞ്ചനയുണ്ട്. വിദേശത്ത് പോയി ജോലിയായി അവിടെ ഒരു പെണ്ണെ പ്രേമിച്ചു. അതിനുശേഷം ഒരുപക്ഷെ കുട്ടിയുണ്ടായി കാണും. എന്നിട്ട് ഉപേക്ഷിച്ചു. ആ കോടതിയിൽ ഉപേക്ഷാപത്രം കിട്ടി, ഡിവോഴ്സായി. എന്നിട്ട് നാട്ടിൽ വരികയാണ്. പെണ്ണാണെങ്കിൽ കന്യകയായിട്ട്, പുരുഷനാണെങ്കിൽ ചാരിത്രവാനായിട്ട്. എന്നിട്ട് കല്യാണം നടത്തുന്നു രണ്ടാമത്. അവളെ കൊണ്ടുപോകാം, അമേരിക്കയിൽ കൊണ്ടുപോകാം, ന്യൂസിലൻഡിൽ കൊണ്ടുപോകാം, ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാം, ജർമ്മനി കൊണ്ടുപോകാം. ഈ സുന്ദര വാക്കും പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ പാവ പറയുന്നത് നേരത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെന്ന്. അവിടെ ചെല്ലുമ്പം ഒരു ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വലഞ്ഞില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരു ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവളുമായിട്ട് സംസർഗത്തിലാണ്, നിന്നെയും വേണം എന്നൊക്കെ പച്ചക്ക് പറയുന്ന നിർദ്ദയരായ ജൂഡാസുകൾ നമ്മുടെ സമൂഹത്ത് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇനിയും സാധാരണ നല്ല കുടുംബജീവനം എന്ന് പറയുന്നു, പള്ളിയിൽ ഒന്നിച്ചു പോകുന്നവരും പുറമെ എല്ലാം അഭിനയിക്കുന്നവരുമായിരിക്കാം. എന്നിട്ട് ചവത്തെ കുത്തുക. ആ ഭാര്യയുടെ പഴയ ജീവിതകാലത്തിലെ ചരിത്രം ഒരു പാവം ഭർത്താവിനോട് പറഞ്ഞു കാണും. അഥവാ തിരിച്ച് ഭർത്താവായിരിക്കാൻ പറഞ്ഞ പഴയ പ്രേമകഥ. അത് മറക്കാതെ ഓരോ നിമിഷത്തിലും വിളിച്ചു പറഞ്ഞിട്ട് അടിപിടി, കലഹം, വഴക്ക്, ചിലപ്പോൾ അടിയ, ചിലപ്പോൾ അത് കൊലയിലും ചെന്ന് ചെയ്തു. അങ്ങനെയുള്ള ജൂഡാസുകളുണ്ട് ഭർത്താക്കന്മാരുടെ ഇടയ്ക്കും ഭാര്യമാരുടെ ഇടയ്ക്കും. പ്രിയ ചെറുപ്പക്കാരെ, നമുക്ക് ജൂഡാസുകൾ ആവരുത്. പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ, ജൂഡാസുകൾ ആകരുത്. പ്രിയപ്പെട്ടവരെ, പഞ്ചസാരയും തേനുമുള്ള വാക്കുകൾ പറഞ്ഞ് ഉള്ളിലെ തിന്മ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വശീകരിച്ച് വഞ്ചിച്ച് കാര്യം നേടരുത്. ജൂഡാസിന്റെ ചുംബനത്തെപ്പറ്റി നമുക്ക് സുഭാഷിതം 27:6 പറയുന്നുണ്ട്. സ്നേഹിതൻ ഒരുപക്ഷേ വാക്കുകൾ കൊണ്ട് ആത്മാർത്ഥത കൊണ്ട് മുറിപ്പെടുത്തിയേക്കാം, ശത്രുവായിട്ട് നിന്നെ തെരുതെര ചുംബിക്കും. ഹല്ലേലൂയ. ഉള്ളിൽ ശത്രുത വെച്ചുകൊണ്ട് പുറമേയുള്ള അഭിനയത്തെപ്പറ്റിയാണ് സുഭാഷിതം പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ അംബ്രോസ് പറയുന്ന ഇപ്രകാരമാണ്: ജൂഡാസ് അധരം കൊണ്ട് ചുംബിച്ചു,
യേശുവിനെ. എന്നാൽ ഹൃദയം കൊണ്ട് അത് വിദൂരത്തിൽ ആയിരുന്നു. എത്ര ഭാര്യഭർത്താക്കന്മാർ അത് ഹൃദയം വിദൂരത്തിൽ, രണ്ടും ഒന്നിച്ചു ശയിക്കുന്നു പിണക്കത്തോടെ. എന്നൊരു കുട്ടിയുണ്ടാവും. ആ പിണക്കത്തിന്റെ സന്തതി ആരാണ്ട് പറഞ്ഞ പോലെ നരകസന്തതിയായ കുട്ടി പിറക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആഴമായിട്ട് ചിന്തിക്കണം. നമുക്കൊരു മാറ്റം വന്നേ മതിയാവൂ നമ്മുടെ സമൂഹത്തിന്. അതുകൊണ്ടാണ് ഞാൻ സ്നേഹത്തോടെ, കാരണം ഒരു വൈദികൻ എന്ന നിലയിൽ പല ആളുകളും പ്രശ്നവുമായിട്ട് വരുന്ന ഞാൻ കേൾക്കുന്നു. എനിക്ക് ഒരു ചെവി കൂടെ കെട്ട മറ്റേ ചെവി കൂടെ വിടാൻ പറ്റത്തില്ല. ഞാൻ അവർക്ക് വേണ്ടി കൈവരിച്ച് കെട്ടാണ്ട് പ്രാർത്ഥിക്കും, ത്യാഗം ചെയ്തു പ്രാർത്ഥിക്കും. അതെ, ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ സ്ഥിതിവിശേഷം ആണ്. വിദേശത്ത് കെട്ടിച്ചു വിട്ടിപ്പം വന്നു നിൽക്കുന്നു, കാരണം അവന്റെ വേറൊരു പെണ്ണുണ്ടായിരുന്നു. അതെ, നേരെ തിരിച്ച് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേട്ട് അതെ മടുത്തു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, അത് ജൂഡ സ്നേഹത്തിന്റെ അടയാളത്തെ അതായത് ചതിക്ക് വേണ്ടി ഉപയോഗിച്ചു, ലൗകിക നേട്ടത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിക്കായി ഉപയോഗിച്ചു. അതായിരുന്നു ജൂദാസിന്റെ ചുംബനം. എന്റെ 30 വെള്ളിക്കാശിനു വേണ്ടിയിട്ട്. അത് നേരത്തെ ആലോചിച്ച്. പാപങ്ങൾ 2 തരത്തിലുണ്ട്. ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്, അതിനെയാണ് സിൻ ഓഫ് മാലിഷ്, കഠിന പാപം എന്ന് പറയും. സിൻ ഓഫ് മാലിഷ്. എന്നാൽ പെട്ടെന്ന് വികാരം കൊണ്ട് ഒരു ചില പാപം ചെയ്യുന്നവർ പെട്ടെന്ന് നേരത്തെ ആലോചിച്ചു കൂട്ടിയൊന്നുമല്ല, അതിനെ ആണ് സിൻ ഓഫ് വീക്ക്നെസ്, ബലഹീനതയുടെ പാപങ്ങൾ എന്ന് പറയും. ഉദാഹരണമായിട്ട് ഭാര്യയായിട്ട് സ്നേഹിച്ചെന്ന് വർത്താനം പറഞ്ഞ പെട്ടെന്ന് ചൂടായി അരിശം മണ്ണ ഒറ്റ അടി കൊടുത്ത് അവൾ മരിച്ചുപോയി. അത് ബലഹീനതയാണെന്ന് പറയാം. ഞാൻ നേരത്തെ അറിയാവുന്ന ആലോചിച്ച് വിവാഹം കഴിച്ച ആള് അത് പണം വ്യാമോഹിച്ച് അല്ലെങ്കിൽ അവിടെ ശരീരം വ്യാമോഹിച്ച് ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറമേ ചക്കരയുമയും കൊടുത്ത് സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ പിന്നീട് നരകസന്തതിയാക്കുന്നത്, അവനെ നരകസന്തതിയാക്കുന്നത്, അതാണ് സിൻ ഓഫ് മാലിഷ്. അത് കർത്താവിന് ക്ഷമിക്കാൻ അത്ര എളുപ്പമല്ല മക്കളെ. അതിന്റെ പരിണിത ഫലവും വലുതായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. അത് ചിലപ്പോൾ ഉദാഹരണമായിട്ട് മൊബൈൽ നോക്കിയപ്പം ഒരു പെൺകുട്ടിയുടെ നഗ്നത കണ്ടു. അപ്പോൾ ഒരു വികാരം വന്നു, ഒരു പക്ഷെങ്കിൽ ഒരു സ്വയം ഭോഗം ചെയ്തു. അത് ഞാൻ പറയും, പാപം തന്നെയാണ്, ഞാൻ ലഘൂകരിക്കുകയല്ല. അത് സിൻ ഓഫ് വീക്ക്നെസ്. എന്നാൽ അതെ, ടെലിഫോൺ വെച്ചുകൊണ്ട് കാണാനായിട്ട് രാത്രി കാലത്തോ ആരുമില്ലാത്ത അവസരത്തിലോ കക്കൂസിലൊക്കെ ഇരുന്ന് ഇത് കണ്ട് സ്വയംഭോഗവും ചെയ്ത് അത് ആത്മനാ ഉള്ള വ്യഭിചാരവും ചെയ്യുന്നത് സിൻ ഓഫ് മാലിഷ്. അത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഞാൻ രണ്ടും പാപം തന്നെയാണ്. എന്തിനും ലഘുഭാവം എന്നല്ല ഞാൻ പറയുന്നത്. കർത്താവ് ഒരു പക്ഷെങ്കിൽ ബലഹീനതയുള്ള പാപങ്ങൾ എളുപ്പത്തിൽ ക്ഷമിക്കും. എന്നാൽ ഇപ്രകാരം കരുതി കൂട്ടി കഠിനഹൃദയത്തോടെ ചെയ്യുന്ന പാപങ്ങൾ അത് എത്രമാത്രം ക്ഷമിക്കും എന്ന് അത് കണ്ടറിയണം. പ്രിയപ്പെട്ടവരെ, അത് ഇതൊക്കെ കർത്താൻ മുമ്പിൽ നിലവിളിക്കപ്പെടുന്ന പാപങ്ങളാണ്. അതിലും ക്രൂരതയുണ്ട്. സ്നേഹിച്ച് അഥവാ വീട്ടുകാരാലോചിച്ച് കല്യാണം നടത്തി വളരെ സ്നേഹിച്ചു, ഒന്നിച്ചു ജീവിച്ചു, ഭാര്യ ഗർഭിണിയായി, കുറെ കഴിഞ്ഞു മതിയായിരുന്നു എന്ന ചിന്ത ഉടനെ ഭർത്താവിന്റെ തലയിൽ വരുന്നു. ആ കുട്ടിയെ ഭ്രൂണഹത്യയിലൂടെ കൊല്ലുന്നു. നീച കൊലപാതകം നമുക്കറിയാം. നിഷ്കളങ്കരെ അമ്മയുടെ ഉദരത്തിൽ കൊല്ലുന്നത് ഇന്ന് സർവ്വസാധാരണം. നമ്മുടെ കേരളത്തിൽ ഒത്തിരി നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം, അങ്ങനെ പല കുട്ടികളെ കളഞ്ഞവരെ എന്റെ ചില വീഡിയോകൾ കേട്ടിട്ട് വരും, എന്റെ അച്ഛ എനിക്കറിയത്തില്ലായിരുന്നു അത് പാവമാണെന്ന്. എന്തൊരു നുണ! ഭ്രൂണഹത്യ പാവമായിരുന്നെന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? ഇത്രയും അക്ഷരാഭ്യാസമുള്ള ഒരു സംസ്ഥാനം. അതൊക്കെ വെറും കള്ളത്തരം, കുമ്പസാരത്തിൽ പോലും പറയാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ടാ ചെയ്ത് എന്റെ കർത്താവിനോട് ക്ഷമിക്കുമെന്ന് പറയില്ല. കുമ്പസാരത്തിൽ പോലും മറ്റവരെ പഴിച്ചുകൊണ്ട് ചക്കര പൊരിഞ്ഞ വാക്കിലാണ് കുമ്പസാരിക്കുന്നത്. എന്റെ പിഴ എന്ന കണ്ണീരോടെ എന്റെ പാപമാണ്, എന്റെ കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയില്ല.
എപ്പോഴും അപ്പനെ ആയിരിക്കും, അമ്മയായിരിക്കും, ഭാര്യയായിരിക്കും, പഠിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പാപം ചെയ്തത്. അതാണ് ഔവ പറഞ്ഞത്. ഞാൻ പഴം പറിച്ചത്, ആദം പറഞ്ഞത് ഭാര്യയാണ് പറിച്ചു തന്നത്. ഭാര്യ പറഞ്ഞു പാമ്പാണെന്ന്. സ്വയം പാപം ഏറ്റെടുക്കാതെ, അനുദപിക്കാത്ത, ഇങ്ങനെ പഞ്ചസാര ബാക്കിക്കൂടെ പാപത്തെ മൂടിവെച്ച് നല്ലവൻ നല്ലവളായിട്ട് ചമയുക, പാപത്തെ നീതീകരിക്കുന്ന ഏറെ പേരുണ്ട് എന്നോർക്കണമേ. ദയവായി ആഴമായി ഇതേപ്പറ്റി ചിന്തിക്കുക. സ്നേഹം അഭിനയിക്കുക നിർത്തുക. അത് വഞ്ചനയാണ്. ഞാൻ പറഞ്ഞ ചിരിയും ഇളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിരിയും പുഞ്ചിരിയും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഇളി വരുന്നത് വെറും ചുണ്ടിൽ മാത്രം. ഹൃദയത്തിൽ വഞ്ചനയും കാപട്യവും പാപവും ആണ്. അതുപോലെ ചുംബനവുമുണ്ട്, ചുടുചുംബനവുമുണ്ട് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള ചുംബനം. അതുപോലെ സ്നേഹത്തെ ആഴത്തിൽ നമ്മൾ കൊച്ചുകുട്ടികളെ ചുംബനം ചെയ്യുന്നത് പോലെ നിഷ്കളങ്കമായ ദൈവസ്നേഹപ്രേരിതമായ ചുംബനമുണ്ട്. അതാണല്ലോ പൗലോസ്ലീഹ പറയുന്നത്, വിശുദ്ധ ചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുക. നമ്മൾ ദേവാലയത്തിൽ കാണാൻ സാധിക്കും, ചിലപ്പോൾ സമാധാനം കൊടുക്കുമ്പോൾ ഉമ്മ കൊടുക്കുന്നു. അത് പരിശുദ്ധമായ ഉമ്മയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ കാരണം ഉമ്മയെപ്പറ്റി പറയാനല്ല, ഹൃദയത്തിലെ കാപട്യവും വഞ്ചനയും ആണ്. ഇനി അതിലും കൂടിയ ഒന്നുണ്ട്. നമ്മൾ യൂദാസിനെ കടന്നു വന്നാൽ അവൻ എന്തുപറ്റി അത്താഴവും കഴിഞ്ഞു. അവൻ എഴുന്നേറ്റു പണസഞ്ചിയായിട്ട് പുറത്തു പോകാൻ. അവർ 12 പേരായിരുന്നു ഈശോയുടെ കൂടി ഉണ്ടായിരുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ഉദ്ദേശിച്ച പണി ചെയ്യൂ. അപ്പസ്തലന്മാര് മറ്റുള്ളവരോർത്ത് പാവങ്ങളെ സഹായിക്കാൻ ഈശോയുടെ പതിവാണ്. വല്ലതും കൊടുക്കാനായിരിക്കും അവനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അഥവാ പെസഹ തിരുനാൾ വല്ലതും മേടിക്കാൻ ചന്തയ്ക്ക് പൊക്കോളാ പറഞ്ഞത്. എന്നാൽ ഈശോയ്ക്കറിയാമായിരുന്നു ഇവനേരു പണിയാണ്. അത് ഒറ്റിക്കൊടുക്കാനുള്ള പൈസ പ്രധാനാചാര്യന് മഹാപുരോഹിതന് കൊണ്ട് കൊടുക്കാനായിട്ടാണ്. നീ തിന്നിലേക്ക് പിന്നെ പോകൂ. കാരണം പാപം ചെയ്യാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. നീ സ്വതന്ത്രനാണ്. നീയും എന്നോടുകൂടെ മറ്റു 11 പേരോടുകൂടെ ഉണ്ണുകയും തിന്നുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നടന്നവനാണ്. നിനക്ക് പിരിഞ്ഞു പോകാനും സ്വാതന്ത്ര്യമുണ്ട്, എന്നെ ഒറ്റാനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഉദ്ദേശിച്ചത് പോയി ചെയ്യുക എന്ന്. പ്രിയപ്പെട്ടവരെ, കഠിനമായ വഞ്ചന അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് ബൈബിൾ പറയാണ്, യോഹന്നാൻ 13 അപ്പോൾ അന്ധകാരം ആയിരുന്നു. അപ്പോൾ പ്രധാന ആചാര്യന്മാർക്ക് പൈസ എല്ലാം കൊടുത്തിട്ട് അതിൽ ഒരു വാക്കുണ്ട്. ഇവൻ പോകുന്നതിന് മുമ്പ് ബൈബിൾ പറയുന്നുണ്ട്, 13:27 യോഹന്നാൻ, അപ്പക്കഷണം തിന്നതിനെ തുടർന്ന് സാത്താൻ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് ഈശോയോടുകൂടി ഒന്നായി തീരാനാണ്, സാത്താനോടുകൂടി അല്ല. എന്നാൽ നമ്മൾ കാണുന്നു യൂദാസിന്റെ കുർബാന സ്വീകരണം സാത്താനെ സ്വീകരണം ആയിരുന്നു. കാരണം അവൻ ചെയ്യാൻ പോകുന്ന ഈ പാപം ഉള്ളിൽ വച്ചുകൊണ്ടാണ് അവൻ ചെയ്തത്. അനുദപിച്ച് അതിന് പിന്മാറാൻ അവസരം കർത്താവ് കൊടുത്തു. ആർക്കാണോ ഞാൻ അപ്പം മുക്കിക്കൊടുക്കുന്നത് അവനാണ്. അപ്പൊ അവനറിയാമായിരുന്നു അവനെ കിട്ടിയത്. അപ്പോഴെങ്കിലും കരഞ്ഞുകൊണ്ട്, എന്റെ ഗുരുവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അവനൊരു വിശുദ്ധനായിട്ട് മറ്റപ്പസ്തലന്മാരോട് ആയിരുന്നേനമായിരുന്നു. അതാണല്ലോ പത്രോസ് 3 തവണ നീചമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ട് 3-ാം തവണ കോഴി കൂവിയപ്പോൾ അവന്റെ ഉള്ളിലും കോഴി കൂവി. മനസ്സാക്ഷി കടിച്ചു. ഈശോയെ നോക്കി, ഈശോ അവനെ നോക്കി. ആ നോട്ടം രക്ഷയായിരുന്നു. ഹല്ലേലൂയ! രക്ഷയുടെ നോട്ടം കർത്താവിന് അവൻ ലഭിച്ചു. അവൻ പിന്നീട് എന്നും കരയുമായിരുന്നു, ദൈവമേ, ഞാൻ ഇത്ര നീചപാപം ചെയ്തിട്ടും എന്നോട് എന്റെ കർത്താവ് ക്ഷമിച്ചല്ലോ. അവനാണ് നമ്മൾ പത്രോസിന്റെ ദേവാലയം, സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക റോമിൽ ചെന്നാൽ അവിടെ വെച്ചിരിക്കുന്ന ആ പിച്ചള കൊണ്ടുള്ള സ്വരൂപത്തിന്റെ കാലിൽ മുത്തി കാലെല്ലാം തീർന്നുപോയി. എല്ലാവരും മുത്തുന്നതാണ്. കണ്ണിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 2 കണ്ണിൽ കൂടി വെള്ളം കരഞ്ഞതിന്റെ ഒഴുകിയതിന്റെ പാട്. പാപത്തെ ഓർത്ത് കരഞ്ഞതല്ല.
ഞാൻ കർത്താവിനെ നിഷേധിച്ചു എന്നോർത്തുള്ള കരഞ്ഞ കണ്ണീരല്ല, പിന്നെയും ഇത്രയും നിഷേധിച്ചിട്ടും എന്നെ സ്നേഹിക്കുന്ന എന്റെ കർത്താവ്, സ്നേഹത്തെ ഓർത്തുള്ള സ്നേഹത്തിന്റെ കണ്ണുനീര്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരൊക്കെ അത് ചരിത്രം ആണ്. നമ്മൾ എത്ര പേര് ഈ പെസഹ കാലത്ത് പോലും നല്ലൊരു കുമ്പസാരം ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ആ പാപം, കഠിന പാപം ഉള്ളി വെച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കുന്നു. ഏതാണ് വലിയ പാപം? നമ്മൾ ഓർക്കും ലൈംഗിക പാപമാണ്, അല്ലെങ്കിൽ മോഷ്ടിച്ചതോ കള്ളം പറയുന്നതോ. ഇല്ല, കർത്താവിന്റെ നിയമം ലംഘിക്കുന്നതാണ് പാപം. കർത്താവിന്റെ ഏറ്റവും വലിയ നിയമം പരസ്പരം നിങ്ങൾ സ്നേഹിക്കുക എന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന അപവാദം എന്താണ്? പരസ്പരം ഭിന്നത പരസ്യമായി വെച്ചുകൊണ്ട് കുർബാന ചൊല്ലുന്നു, കുർബാന സ്വീകരിക്കുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞ് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഞാൻ പലപ്പോഴും പല വീഡിയോകളും സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെ, എല്ലാവർക്കും അറിയാം, ബലിയർപ്പിക്കുമ്പോൾ രമ്യപ്പെട്ടർപ്പിക്കുവാൻ. ഇതാ രമ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് കുർബാനയുടെ ആദ്യ ഭാഗം പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടുമാണ് ബലിയർപ്പിക്കുന്നത്. എന്നിട്ടും ഉള്ളിൽ മേജർ ആർച്ച് ബിഷപ്പിനോടോ സ്വന്തം ബിഷപ്പിനോടോ രോഷം വെച്ച് പ്രാർത്ഥനയിൽ അവരെ ഒന്ന് ഓർക്കുപോലും ചെയ്യാതെ, ഓർക്കരുതേ എന്ന് ജനത്തോടും കപ്പ്യാരോടും പറയുന്ന അതേ മനോഭാവങ്ങൾ പ്രിയമുള്ളവരെ ജൂദാസിന്റെ തന്നെയല്ലേ? അത് പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. പ്രിയമുള്ള ഈ അവസരം വളരെയധികം ചിന്തിക്കേണ്ട, നല്ലവരായി ജീവിക്കേണ്ട ഒരു അവസരമാണ്. ലോകം മുഴുവൻ ഞെരുക്കം, പഞ്ഞം, പടം, പട്ടിണി, ഇനി ഒരു വലിയ മഹാരോഗം വരുന്നു നമ്മൾ കേട്ടു. ഞാൻ പേടിപ്പിക്കുകയല്ല, ഇതൊക്കെ വരാതിരിക്കില്ല, വരും. വലിയൊരു ശുദ്ധീകരണ കാലം. ഇവിടെ നമ്മൾ വിട്ടുവീഴ്ച മനോഭാവവും പരസ്പര സ്നേഹവും അങ്ങനെ ഒന്നിച്ച് കുടുംബത്തായാലും തിരുസഭയിലായാലും പിതാക്കന്മാരായാലും മെത്രാന്മാരായാലും മെത്രാപ്പോലീത്തമാരായാലും വൈദികരായാലും കന്യാസികളായാലും ജനങ്ങളായാലും ജീവിക്കേണ്ട ഒരു കാലഘട്ടം. ആദിമസഭയിലെ ആ കൂട്ടായ്മയുടെ ജീവിതം, പരസ്പരം സഹിച്ചു, ഒന്നിച്ചു ഭക്ഷിച്ചു, ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചു, അപ്പസ്തലന്മാരുടെ പഠനം ആഴമായി പഠിച്ചു. അവരുടെ ഇടയിൽ പാവങ്ങളില്ലായിരുന്നു. ഇല്ലാത്തവർക്കും അവരെ പങ്കുവെച്ചു കൊടുക്കും. കാരണം എല്ലാം അപ്പസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. എന്നിട്ട് അപ്പസ്തലനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരൊക്കെ ആഴമായിട്ട് ഈ അവസരത്തിൽ ചിന്തിക്കാം. എന്റെ പുറമേയുള്ള ഒരു ഷോ ആണോ എന്റെ ക്രിസ്തീയ കത്തോലിക്ക ജീവിതം? അതോ ഉള്ളിന്റെ ഉള്ളിൽ ആഴമായ സ്നേഹത്തിന്റെ ജീവിതം ആണോ? ദൈവസ്നേഹവും പരസ്നേഹവും. അല്ലെങ്കിൽ ഈ ജൂദാസിന്റെ ചുമ്മനം, നമുക്കറിയാം അനന്തരഫലം. അതിനെ തുടർന്ന് അവൻ കെട്ടി ഞാന്നു ചത്തു എന്ന. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് തുല്യമായ ആ പാപമാണ് മറ്റുള്ളവരെ ചതിക്കുക. ചക്കര വാക്കുകൊണ്ട്, പഞ്ചാര വാക്കുകൊണ്ട്, പഞ്ചാര പ്രവൃത്തികൾ കൊണ്ട്, വാഗ്ദാനം കൊണ്ട്. ഇപ്പോഴൊക്കെ ഈ ഇലക്ഷൻ സമയമാണ്. വിളിച്ചു പോകുന്ന അത് ചെയ്യാം ഇത് ചെയ്യാം, എത്ര പഞ്ചാര വാക്കുകൾ പറഞ്ഞാണ് ഒരു MLA ആകുന്നു, MP ആകുന്നു. അതിനുശേഷം നേരെ തിരിച്ച് പീഡിപ്പിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പ്രിയപ്പെട്ട, ഇതൊക്കെ ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല. ഇതിന്റെയൊക്കെ പരിണിതഫലം ജൂദാസിന് കിട്ടിയ ഫലം തന്നെ ആയിരിക്കും എന്ന് സ്നേഹപൂർവ്വം ഞാൻ പറയുന്നു. ഞാൻ ശപിക്കുകയല്ല. അത് നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി സുവിശേഷം 23-ാം അധ്യായം. അന്ധനായ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഡബിൾ ലൈഫ്, ജീവിതം കഴിക്കുന്നവനാണ് ഫരിസേയൻ എന്ന് പറയുന്നത്. അന്ധനായ ആ ഫരിസേയ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധിയാകാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധമാക്കുക. കപടനാട്യക്കാരായ നിമജ്ഞരെ, ഫരീസ്യരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. നിങ്ങൾക്ക് ദുരിതം. ഈ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളെയും കുടുംബത്തെയും എനിക്കറിയാം. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്
ഞാൻ ഈ പങ്കുവയ്ക്കൽ പ്രിയപ്പെട്ടവരെ അത് നടത്തുന്നത്. അത് വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നെ നോക്കിയായിരിക്കാം, എന്റെ സഹോദര വൈദികരെ നോക്കിയായിരിക്കാം, എന്റെ സ്നേഹിതരെയും ഞാൻ ധ്യാനിപ്പിക്കുന്ന ജനങ്ങളെയും ഓർത്തായിരിക്കാം ഈശോ പറയുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കും, എന്നോട് തന്നെ ചോദിക്കും, ഞാനൊരു ഫരീശിയനാണോ, ഞാൻ സത്യസന്ധനാണോ, അത് ഞാൻ ദ്വജീവിതമാണോ ജീവിക്കുന്നത്? അതെ, അല്പമെങ്കിലും വീഴാനിടയായ കരഞ്ഞ് കർത്താവിനോട് മാപ്പിവയ്ക്കും, ആളുകളുമായി രമ്യപ്പെടാൻ പരിശ്രമിക്കും. ഞാൻ വിശുദ്ധനാണെന്ന് പറയുന്നില്ല, ഞാനൊരു പാപിയാണ് നിങ്ങൾ ഓരോരുത്തരെയും പോലെ. എങ്കിലും ഈ സമയത്ത് നമുക്കൊന്നിച്ച് ചിന്തിച്ച് ഇപ്രകാരമുള്ള മുഖംമൂടികൾ തകർക്കണം. അത് പുറമെയുള്ള ആചാരവും കർമ്മത്തിനും ഏറെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടും ഉള്ളിൽ ഇപ്രകാരം വൈരാഗ്യം, രോഷം, പിണക്കം വെച്ചുകൊണ്ടും പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും പെരുന്നാൾ നടത്തുകയും നേർച്ച നേരുകയും കുർബാന ചൊല്ലിക്കുകയും കുർബാന ചൊല്ലുകയും എല്ലാം ചെയ്യുന്നത് എത്രമാത്രം കർത്താൻ മുമ്പിൽ സ്വീകാര്യമെന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്ന് അത് ചിന്തിച്ച് ഞാനാണോ ജൂഡാസ് എന്ന് ഓരോരുത്തരും ചോദിക്കട്ടെ. അല്ലെങ്കിൽ ദുഷ്ടന്റെ നാളുകൾ എന്ന് പറയുന്ന ഒരു അധ്യായം 2 തിമോത്തി 3 അധ്യായത്തിലുണ്ട്. തലക്കെട്ടതാണ് ദുഷ്ടന്മാരുടെ നാളുകൾ. ഒത്തിരി പാവങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറയുകയാണ്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. 2 തിമോത്തി 3:5 ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്ക്. പ്രിയപ്പെട്ടവരെ, ഒരു വിമർശനത്തിനു വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഞാൻ നിഗളിച്ചുകൊണ്ടും പറയല്ല, ഞാൻ നല്ലതായ അഭിനയിച്ചും പറയല്ല, ഞാനും അതിൽ പെടുന്നു. നമുക്ക് ഒന്നുചേർന്ന് മനസ്സാന്തരപ്പെടാം, ഒന്നുചേർന്ന് നമുക്ക് ഈ സ്നേഹചുമ്മനം എല്ലാവർക്കും കൊടുക്കാൻ പൗലോസ് പറയുന്ന പോലെ ഈ വഞ്ചനയുടെ കാപട്യത്തിന്റെ ചുമ്മനം നിർത്താം, ജൂഡാസിന്റെ ചുമ്മനം നിർത്താം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല പെസഹാകാലവും വരാൻ പോകുന്ന ഈസ്റ്ററും ഉയർപ്പ് ദിനവും അനുഗ്രഹപ്രദമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.